ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പോയിന്റുകളുണ്ട്. അതായത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റുകൾ തന്നെ ഇന്ത്യൻ സിറ്റിസൺസിനും അതുപോലെ ഫോറിനേഴ്സിനും ഒരുപോലെ ലഭിക്കുന്നവയുണ്ട്. അതായത് ഒരു സിറ്റിസൺ എന്ന നിലയിൽ ഇന്ത്യക്കാരൻ ലഭിക്കുന്ന അതേ അവകാശങ്ങൾ തന്നെ ഒരു ഫോറിനർക്കും ലഭിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ അവകാശങ്ങളും ഫോറിനേഴ്സിനും ലഭിക്കില്ല. ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമുള്ളതായ അവകാശങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറയാം എന്തൊക്കെ അവകാശങ്ങളാണ് ഒരു ഫോറിനറിനും ഒരു ഇന്ത്യക്കാരനും ഒരുപോലെ ലഭിക്കുന്നത്. അത് ഒന്ന് ഈക്വാലിറ്റി ബിഫോർ ലോയാണ്, നിയമത്തിൻ്റെ മുന്നിലുള്ള സമത്വം. പിന്നെ ഈ ഒഫൻസിന് നടത്തുന്ന ഈ കൺവിക്ഷൻ, പിന്നെ പേഴ്സണൽ ലൈഫും ലിബർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ വിദേശത്തു നിന്ന് വരുന്ന ഒരാൾക്ക്, ഒരു ഫോറിനറിനും അതിവിടെ ഇന്ത്യയിൽ ലഭിക്കും. പിന്നെ എലമെൻ്ററി എഡ്യൂക്കേഷൻ, അത് ഇന്ത്യക്കാരനായാലും ശരി വിദേശിയായാലും ശരി ഇന്ത്യയിൽ താമസിക്കുമ്പോൾ അവനത് നിർബന്ധമായും ലഭിച്ചിരിക്കും. അത് നൽകാനുള്ള കടമ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെതാണ്. പിന്നെ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സെർട്ടൈൻ കേസസ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അറസ്റ്റിൽ നിന്ന് കോടതിയിൽ ജാമ്യം നേടാം. അതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഫോഴ്സ്ഡ് ലേബറും, മനസ്സിലായോ, മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ നിർബന്ധപൂർവ്വം പണിയെടുപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഫോറിനർ ഇന്ത്യയിൽ വന്നിട്ട് അവനെ നിർബന്ധപൂർവ്വം അങ്ങനെ ചെയ്യിച്ചാലും അത് ചെയ്യിക്കുന്നവൻ നിയമത്തിൻ്റെ മുന്നിൽ ശിക്ഷാർഹനാണ്. ഒരു ഇന്ത്യൻ സിറ്റിസണിനെ കൊണ്ട് മറ്റൊരു ഇന്ത്യൻ സിറ്റിസൺ ചെയ്യിച്ചാലും അതും ശിക്ഷാർഹമാണ്. ഇതെല്ലാം കോമൺ ആയിട്ട് ഒരു സിറ്റിസൺ, ഇന്ത്യൻ സിറ്റിസണിനും ഒരു ഫോറിനറിനും ഇന്ത്യയിൽ ലഭിക്കുന്നതായിട്ടുള്ള പരിഗണനകളാണ്. ഇനി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നൽകിയിരിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമായിട്ട് നൽകിയിരിക്കുന്ന ചില റൈറ്റുകളെക്കുറിച്ച് നോക്കാം. ഒൺലി ആപ്ലിക്കബിൾ ഫോർ ഇന്ത്യൻ സിറ്റിസൺസ്. ഒന്ന്, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അതായത് താഴെ കൊടുത്തിരിക്കുന്നതാണ്. എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. പ്ലേസ് ഓഫ് ബർത്തിനനുസരിച്ചോ സെക്സിനനുസരിച്ചോ അല്ലെങ്കിൽ കാസ്റ്റിനോ വർഗത്തിനോ റിലീജിയനോ ഒന്നും അനുസരിച്ച് യാതൊരുവിധ ഡിസ്ക്രിമിനേഷനും ഈ സിറ്റിസൺസിനിടയിൽ പാടില്ല. നമ്പർ 1 തിങ്. ഇനി ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എൻവയോൺമെൻറ്റ്. പബ്ലിക് എംപ്ലോയ്മെൻറ്റിന് ഈക്വാലിറ്റിയാണ്. അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫ്രം ഫ്രീഡം മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 കൊടുത്തിരിക്കുന്ന 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ഫ്രീഡംസ് ഉണ്ട്. അതിൻ്റെ പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റീസ്. നമ്മുടെ നാട്ടിലെ മൈനോറിറ്റീസിൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ എഴുത്തുഭാഷ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ, അതെല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ റൈറ്റ് ഓഫ് മോണിറ്റേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതാണ് 5ാമത്തെ കാര്യമായിട്ട് ഇന്ത്യൻ സിറ്റിസൺസിന് കൊടുത്തിരിക്കുന്നത്.